INLന്റെ പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ് പോകുന്നത്. ജലീൽ പുനലൂർ, ഈ ഹൈന്ദവ സമുദായത്തിന് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ചില കണക്കുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ചർച്ചയിൽ ആദ്യം സംസാരിച്ച മുൻ DGP ഡോക്ടർ TP സെൻകുമാർ കേരളത്തിൽ ഈ ഡെമോഗ്രഫിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് പറയുകയുണ്ടായി. അത് വേറെ എവിടെ നിന്നുമുള്ള കണക്കല്ല, അത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ തുടർന്ന് സംസാരിച്ച ശ്രീ RV ബാബു ആണെങ്കിൽ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായി ഇപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചുള്ള ചില കണക്കുകളും മുന്നോട്ട് വയ്ക്കൂ. ഇതൊക്കെ ഈ മതസൗഹാർദ്ദമാണ്, ഇവിടെ മതേതരത്വമാണ് വിളങ്ങുന്നത് എന്ന ഒരു ചുരുക്കപ്പേരിലേക്ക് അത് ചുരുങ്ങുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകുകയാണ്. നോക്കൂ, 50% ഇപ്പോൾ സെൻകുമാർ സാർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50-ൽ താഴെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും കൃത്യമായൊരു പ്രാതിനിധ്യം നിയമസഭയിൽ എത്തുന്നില്ല. അതിന് ഈ പതിറ്റാണ്ടുകളായി ഇവിടെ തുടരുന്ന ഈ പ്രീണനം, പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തോട്, മുസ്ലിം വിഭാഗത്തോടുള്ള കൃത്യമായ ഇടത് വലത് മുന്നണികളുടെ പ്രീണനം, അത് തന്നെയാണ് കാരണം എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. നോക്കൂ, അതിനു മുമ്പ് എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വന്ന ഒരു പരാമർശത്തിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്, ഞങ്ങൾ ഇപ്പൊ INL അല്ല, നാഷണൽ ലീഗാണ്, ദേശീയ ലീഗാണ്. അതിന്റെ അർത്ഥം എന്താണെന്നും അതിൽ എത്ര തീവ്രവാദവും വർഗീയതയും ഉണ്ട് എന്നും ഇംഗ്ലീഷ് അറിയാവുന്നവർ ബോധ്യപ്പെടട്ടെ. പക്ഷെ ഞങ്ങളുടെ ബേസ് INL തന്നെയാണ്. 1992 ബാബരി മസ്ജിദ് ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ പട്ടാളത്തെയും നിയമവ്യവസ്ഥയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് 4.5 നൂറ്റാണ്ടുകാലം ഏത് വിഭാഗമായിക്കോട്ടെ, ഒരു വിഭാഗം ആരാധന നടത്തിയ ഒരു ആരാധനാലയം ഗുണ്ടായുസത്തിലൂടെ തച്ചു തകർത്തതിനെതിരായിട്ട് ഒരു വലിയ ധർമ്മയുദ്ധം നടത്തി മുസ്ലിം ലീഗിനെ പോലെ 5 മന്ത്രിമാരും 10-18 MLA-മാരും എല്ലാ അധികാരങ്ങളുമുള്ള ഒരു സംവിധാനത്തിൽ നിന്നും ഇറങ്ങി വന്ന് കഴിഞ്ഞ 32 വർഷക്കാലമായി രാഷ്ട്രീയ മരുഭൂമിയിൽ ദാഹജലം കിട്ടാതെ ഒന്നുമില്ലാതെ നടന്നു നീങ്ങിയ ആശയ പ്രബുദ്ധതയുള്ളവരുടെ ഒരു കൂട്ടായ്മയിൽപ്പെട്ടതാണ് നാഷണൽ ലീഗ്. അതാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങൾക്ക് തുല്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണി ബന്ധമില്ലാതെ പിടിച്ചു നിന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ RV ബാബു സാർ ആർജവത്തോടെ എന്ന് പറയട്ടെ. അത് അവിടെ ഇരിക്കട്ടെ, അതാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. പിന്നെ ഹിന്ദു ജനസംഖ്യ വളരെ കുറയുന്നതിൽ ഹിന്ദുക്കളുടെ സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരായി ഏറ്റെടുത്തിട്ടുള്ള 2 പേര് വന്നിരുന്നുകൊണ്ട് പറയുന്നു. അതിനാരാണ് സാറേ ഉത്തരവാദി? ഹിന്ദുക്കൾ ജനസംഖ്യ കുറയുന്നതിൽ മുസ്ലിങ്ങളാണോ ഉത്തരവാദി? ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രിയോ അതുപോലുള്ള വിദ്യാഭ്യാസമോ കഴിഞ്ഞാൽ മനുഷ്യൻ തൊഴിൽ തേടി പോകും. തൊഴിൽ തേടി പോകണം. തൊഴിൽ തേടി പോയാൽ ഒരു മതിയായ കാലയളവിൽ അവന്റെ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കണം. എന്നിട്ട് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതം നയിക്കണം. അങ്ങനെ കുട്ടികൾ ഉണ്ടാകും. ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ പഴയതുപോലെ 5-8 ഒന്നും ഉണ്ടായില്ല. അത് എല്ലാ സമുദായത്തിലും അന്ന് 5-8 ഉണ്ടായിരുന്നു. ഇന്ന് 1-2 കുട്ടികളാ എല്ലാ വീട്ടിലും. എനിക്കും 2, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും 2, ഈ സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഈ 2 പേരേ ഉള്ളൂ. പക്ഷേ അവർ വിവാഹം കഴിക്കും. ഇതൊന്നുമില്ലാതെ വിദ്യാഭ്യാസവും ചെയ്യാതെ ശാഖയിലും പോയി കുറച്ച് കാവ്യ മുണ്ടും ധരിച്ചിട്ട് സമയത്ത് വിവാഹവും കഴിക്കില്ല. 10, 40, 50 വയസ്സ് വരെ ഇങ്ങനെ കുറെ നാട്ടിന് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കുറെ വികലമായ ചിന്തകളും ഉയർത്തിക്കൊണ്ട് പുനലൂർ, അതിൽ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. 2 വർഷം മുമ്പ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വെച്ചൊരു കണക്കുണ്ട്. അത് 1ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച കുട്ടികളുടെ കണക്കായിരുന്നു. 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ആദ്യമായി 1ാം ക്ലാസ്സിൽ ചേരുന്നത്. ഇതിൽ ഈ ആകെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജനസംഖ്യയിൽ ആ കുട്ടികളുടെ കണക്കാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള കണക്ക്, അതിൽ എത്ര പേരുണ്ടോ അതിന് സമാനമായ കണക്ക് മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ടായി. അപ്പോൾ താങ്കൾ പറയുന്ന ഈ കണക്ക് എവിടെ നിൽക്കുന്നു? തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലെ കണക്കിന് തുല്യമായ കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും ആ വർഷം 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. കൂടുതൽ പറയേണ്ടല്ലോ. പറഞ്ഞു തരാം. സെൻകുമാർ സാറിന്റെ അടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുടെ അടക്കം RV ബാബു സാറിന്റെ അടക്കം മക്കളോ പേരമക്കളോ പഠിക്കുന്നത് അവിടെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലായിരിക്കും. അതിന്റെ കണക്ക് എവിടെ വരും? ഇന്ന് LPS-ൽ കൊണ്ട് ചേർക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള ജനസമൂഹങ്ങളാണെന്നല്ലേ അത് വരുന്നത്. അതിനല്ലേ റെക്കോർഡ് ഉണ്ടാകൂ. എല്ലാ ജാതിക്കാരനും ഓരോ സ്കൂളും കോളേജും ഇവിടെ കെട്ടിപ്പൊക്കിയിട്ട് അതാത് ജാതികളിലും
മതങ്ങളും പഠിക്കുന്ന ബ്ലോക്ക് കോഴികളെ സൃഷ്ടിച്ച് എടുക്കുന്ന കുറെ വിദ്യാലയങ്ങളിൽ കൊണ്ട് കുട്ടികളെ വിട്ടിട്ട് പൊതുവിദ്യാലയത്തിൽ മലബാറിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി എന്ന് പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഒരു യജ്ഞം തയ്യാറാക്കും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയൊക്കെ. മുഴുവൻ ഹിന്ദു വിദ്യാർത്ഥികളെയും ഗവൺമെന്റ് LPS കൊണ്ട് ചേർക്കാനുള്ള ഒരു ആർജവത്വം കാട്ടൂ. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു വിദ്യാർത്ഥികളുടെ എണ്ണം നിങ്ങൾക്ക് പെരുപ്പിച്ച് കാട്ടാൻ സാധിക്കും. നിങ്ങളോട് ഞാൻ ഒന്ന് പറയാം, ഇതൊന്നും കേരളത്തിൽ ചെലവാകില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞ 5 വർഷക്കാലം പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു, 3 സീറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ 35 പേരുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാ. തോറ്റാൽ ഞങ്ങളെപ്പോലെ ആർജവത്വത്തോടു കൂടി ആ പരാജയത്തെ അംഗീകരിക്കുക, എന്നിട്ട് ആ പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തുക. അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് വർഗീയത പുലമ്പിയാൽ ഈ രാജ്യത്തെ ഹിന്ദു വോട്ടുകളെല്ലാം കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്